മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പൊതുദർശനം AICC ആസ്ഥാനത്ത് പൂർത്തിയായി. ഇപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നിഗംബോധ് ഘട്ടിലേക്ക് നീങ്ങുകയാണ്. 11:45 ആണ് നിഗംബോധ് ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾ നടക്കുക. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാരം. बाबा मैं अभी शूट कर रहा हूं, अभी बड़ी दिक्कत है यार, अभी नहीं हो पाएगा. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നിന്ന് നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ആണ് കടന്നുപോകുന്നത്. സൈനിക വാഹനത്തിൽ, പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ ആണ് മൃതദേഹം എത്തിക്കുന്നത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തെ അനുഗമിക്കുന്നു. കനത്ത സുരക്ഷാ വലയത്തിൽ ആണ് മൃതദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സൈനിക വാഹനത്തിൽ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നടക്കുന്നു. AICC ആസ്ഥാനത്തടക്കം മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. നേരത്തെ മൻമോഹൻ സിംഗിന്റെ വസതിയിൽ മുൻ നേതാക്കൾ അടക്കമുള്ളവർ, മുൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. അതോടൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവരെല്ലാം നേരത്തെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം നിഗംബോധ് ഘട്ടിലേക്ക് പുറപ്പെടുന്നു. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യം. थोड़े से कर रहा यार. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗിന്റെ ബന്ധുക്കൾ, കോൺഗ്രസിന്റെ മറ്റു മുതിർന്ന നേതാക്കൾ എല്ലാവരും മൃതദേഹത്തെ അനുഗമിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഒരു യുഗം അവസാനിക്കുന്നു, മൻമോഹൻ സിംഗ് ഓർമ്മയാകുന്നു. സംസ്കാര ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും? എന്താണ് വിവരം? വിലാപയാത്ര ഇപ്പോൾ നീങ്ങുകയാണ്. നിഗംബോധ് ഘട്ടിലേക്ക് 11 മണിയോടുകൂടി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാകും എന്ന പ്രതീക്ഷയിലാണ്. ഡിഫൻസ് മിനിസ്ട്രിക്ക് ഇത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സൈനിക ബഹുമതികളുണ്ടാകും. 21 ആചാര വെടി ഉൾപ്പെടെയുള്ള പൂർണ്ണ ബഹുമതിയാണ് മൻമോഹൻ സിംഗിന് രാജ്യം നൽകുക. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ ഔദ്യോഗിക ബഹുമതിയുടെ സൂചനയായി ത്രിവർണ്ണ പതാക പുതപ്പിച്ചിരുന്നു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം രാവിലെ ഇന്ന് AICC ആസ്ഥാനത്ത് എത്തിച്ചു. അവിടെയും കോൺഗ്രസ് നേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവിടുന്ന് അതിനുശേഷമാണ് ഇപ്പോൾ അന്ത്യ സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയണം എന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ചെറിയ തോതിലെങ്കിലും വിവാദത്തിന് വഴിവെച്ചു. ഏതായാലും ആഭ്യന്തര മന്ത്രാലയം അത് ഉചിതമായ ഒരു സ്മാരകം അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുന്നു. ഈ ഘട്ടത്തിൽ പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി തൻ്റെ പിതാവിന് ഇതുപോലെ ഒരു ഓർമ്മ കോൺഗ്രസിനുണ്ടായില്ല എന്ന വിവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേരാനോ അനുശോചനം രേഖപ്പെടുത്താനോ ഒന്നും തയ്യാറായില്ല എന്ന ശർമിഷ്ഠ മുഖർജിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചാ വിഷയമായി സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നരസിംഹറാവുവിനും ഇതുപോലെ ഒരാദരം നൽകാൻ കോൺഗ്രസ് മറന്നുപോയി എന്ന ആക്ഷേപം വേറൊരു കോണിൽ നിന്ന് ഉയരുന്നു. അങ്ങനെ ഈ അന്ത്യയാത്രയിലും മൻമോഹൻ സിംഗിൻ്റെ നിശബ്ദനായുള്ള ജീവിതവും പിന്നീട് അദ്ദേഹം നിശബ്ദനായി യാത്രയാകുമ്പോഴും വിവാദങ്ങൾ മറുവശത്ത് കുറവില്ലാതെ നടക്കുന്നു എന്നതാണ് അതിലെ ഒരു കാര്യം. മൻമോഹൻ സിംഗ് യാത്രയാകുമ്പോഴും
അദ്ദേഹത്തിന് ഉചിതമായൊരു സ്മാരകം നിർമ്മിക്കണം എന്നതിനെ ചൊല്ലി ഒരു അനാവശ്യ വിവാദം ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ജയറാം രമേശ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു അദ്ദേഹത്തോടുള്ള അനാദരവിന് തുല്യമാകും ഇങ്ങനെയൊരു സ്മാരകം പണിയാതിരുന്നാൽ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിക്ക് കൃത്യമായ ആദരം ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നു. ഏതായാലും പക്ഷേ ആഭ്യന്തര മന്ത്രാലയം ഒരു വിവാദത്തിന് തയ്യാറെടുക്കുന്നില്ല. അർഹിക്കുന്ന ഒരു സ്മാരകം മൻമോഹൻ സിംഗിന് ഉണ്ടാകും എന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇപ്പോൾ അനാവശ്യ വിവാദങ്ങളിലേക്ക് കടക്കരുത് എന്ന ആവശ്യവും വ്യക്തമാക്കുന്നു. ഏതായാലും ഡൽഹിയിൽ ഇതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വാഹന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഡൽഹി ട്രാഫിക് പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. രാജാറാം കോലി മാർഗിലും അതുപോലെ രാജ്ഘട്ട് ഏരിയയിലും സിഗ്നേച്ചർ ബ്രിഡ്ജിലും യുധിഷ്ഠർ സേതുവിന് സമീപത്തുമൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ ഈ മഹാത്മാഗാന്ധി മാർഗിലും നിഷാദ് രാജ് മാർഗിലും SPM മാർഗിലും നേതാജി സുഭാഷ് മാർഗിലുമൊക്കെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നും വ്യക്തമാക്കിയിരുന്നു. അവിടെ ഡൈവേർഷനുകൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഗതാഗത കുരുക്കില്ലാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഡൽഹി ട്രാഫിക് പോലീസ്. ഏതായാലും മൻമോഹൻ സിംഗിൻ്റെ ഈ അവസാന യാത്രയിൽ അദ്ദേഹത്തെ വലിയൊരു ജനാവലിയാണ് അദ്ദേഹത്തോടൊപ്പം ആ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നത്.